ചില കാര്യങ്ങൾ പറയേണ്ടുന്ന സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് ശരിയാവില്ല. ആ സമയത്ത് തന്നെ പറയണം. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, LDF മൂന്നാമതും അധികാരത്തിൽ വന്നില്ലെങ്കിൽ അടുത്ത വർഷം നിയമസഭ ഇലക്ഷനാണ്. വീണ്ടും അധികാരത്തിൽ വന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പുങ്കവനായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് AK ശശീന്ദ്രൻ, വനം വകുപ്പ് മന്ത്രി. ഈ മന്ത്രി പുങ്കവൻ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ LDFന് ബാധ്യതയാവും. കുറെ നാൾ മുമ്പ് ഇദ്ദേഹം വന ഉദ്യോഗസ്ഥർ എഴുതി തയ്യാറാക്കിയ ഒരു പരിഷ്കരണ നിയമം, വന ഭേദഗതി നിയമത്തിൽ ഒപ്പ് ചാർത്താൻ ഇരുന്ന ആളാണ് ഈ AK ശശീന്ദ്രൻ. അതായത് കേരളത്തിലെ മലയോര ജില്ലകളിലെ കർഷകരെ ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്ന ഒരു നിയമം പടച്ചുണ്ടാക്കിയിട്ട് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അതിന് ഒപ്പുചേർത്താനിരുന്ന മന്ത്രി പുങ്കവനാണ് AK ശശീന്ദ്രൻ. ഇതിന്റെ അപകടം മണത്തിട്ട് മലയോര മേഖലയിൽ മുഴുവൻ LDFനെതിരെ വികാരം വരുമെന്ന് മനസ്സിലാക്കിയിട്ട് ബുദ്ധിമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് മരവിപ്പിച്ചു. ഒരു ഉദാഹരണം. 2, ഇപ്പോഴത്തെ വേടൻ വിഷയം. ഈ വേടൻ വിഷയത്തിൽ ഈ മന്ത്രി കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞത്, 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റം ചുമത്തിയിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം, പോകാതിരിക്കരുത്. പക്ഷെ നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാക്കണം. ഞങ്ങൾ ഈ മന്ത്രി പുങ്കവനോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ശ്രദ്ധിക്കണം. LDF മൂന്നാമതും അധികാരത്തിൽ വരാതിരിക്കുന്നെങ്കിൽ അതിന് കാരണക്കാര് ഇങ്ങനെയുള്ള ചില ഈക്വലി പാർട്ടികളുടെ മന്ത്രിമാരാണെന്നുള്ളത് തിരിച്ചറിയണം. ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ, ഇത് 2ാമത്തെ കേസാണ്. എന്തേ നിയമം എല്ലാവർക്കും ബാധകമാക്കാത്തത്? പുലി മുരുകൻ എന്ന സിനിമ, അതിലേക്ക് വരാം. അതിനു മുമ്പ് 2 കാര്യം കൂടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ഇപ്പൊ വേടനെ ഇപ്പൊ കേസിൽ കുടുക്കിയതിന് പറയുന്നത് ശ്രീലങ്കൻ വംശജയുടെ മകൻ എന്നാണ്. ആര്? ഹിരൺദാസ് മുരളി എന്ന വേടൻ. ചരിത്രം നമ്മൾ പഠിക്കണം. ഞങ്ങൾ മന്ത്രി പുങ്കവൻ AK ശശീന്ദ്രനോട് പറയുകയാണ്, ചരിത്രം നിങ്ങളൊരു മന്ത്രിയല്ലേ, പഠിക്കണം. എങ്ങനെയാണ് ശ്രീലങ്കൻ വംശജർ ഇന്ത്യയിലെത്തിയത്? അത് നിങ്ങളുടെ പാർട്ടി പണ്ട് ഒരുമിച്ചൊരു കോൺഗ്രസ് ആയിരുന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അന്നത്തെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി മറ്റൊരു വനിതയായ സിരിമാവോ ബണ്ടാരനായകയും ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരമാണ് ശ്രീലങ്കൻ വംശജര് ഇന്ത്യയിലേക്ക് വന്നത് എന്ന ചരിത്രബോധമെങ്കിലും മന്ത്രി പുങ്കുവന്മാർക്ക് ഉണ്ടാവണം. ചരിത്രം ഡേറ്റ വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ കരാർ ആദ്യം ഉണ്ടാക്കിയത് ലാൽ ബഹാദൂർ ശാസ്ത്രിയും സിരിമാവോ ബണ്ടാരനായികയുമായിരുന്നു. ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അകാല മരണത്തെ തുടർന്ന് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് ഇന്ദിരാഗാന്ധി വരുന്നു. അങ്ങനെ 1974 ഈ കരാർ ഉണ്ടാക്കുന്നത്. മനസ്സിലാക്കണം. 74 ഉണ്ടാക്കിയ ഈ കരാർ പ്രകാരം 1974 ജൂൺ 28 ഇന്ദിരാഗാന്ധിയും ഇന്ത്യൻ പ്രധാനമന്ത്രി സിരിമാവോ ബണ്ടാരനായക ശ്രീലങ്കൻ പ്രധാനമന്ത്രിയും ഒപ്പിട്ട ഫോളോ അപ്പ് എഗ്രിമെന്റ് പ്രകാരം 1.5 ലക്ഷം ശ്രീലങ്കരെ ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. ശ്രീലങ്കരല്ല, ഇന്ത്യൻ വംശജരായ ശ്രീലങ്കക്കാര്, തമിഴര്. അതായത് പണ്ട് ശ്രീലങ്കയിലെ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കാൻ പോയ ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ നിന്ന് പോയ തമിഴ് വംശജർക്ക് അവിടെ പൗരത്വം പോലും കിട്ടാതെ അവർ നരകിക്കുമ്പോൾ അതിന് പരിഹാരമായിട്ട് ഇന്ത്യ സർക്കാരും ശ്രീലങ്കൻ സർക്കാരും തമ്മിൽ ഉണ്ടാക്കിയ കരാറാണ്. അതായത് റിപ്പാട്രിയേഷൻ എന്ന് പറയും. പൗരത്വം മറ്റൊരു നാട്ടിൽ കിട്ടാത്തവരെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പൗരത്വം കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. റിപ്പാട്രിയേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ അങ്ങനെ ആദ്യഘട്ടം 1.5 ലക്ഷം ശ്രീലങ്കൻ വംശജരെ ഇവിടെ കൊണ്ടുവരിക. പിന്നീട് അത് ഘട്ടഘട്ടമായിട്ട് 3 ലക്ഷമാക്കി മാറ്റിയിട്ട് അവസാനം 5.5 ലക്ഷത്തോളം പൗരത്വമില്ലാത്ത ശ്രീലങ്കയിലേക്ക് പോയ തമിഴ്നാട്ടിൽ നിന്ന് പോയ തമിഴ് വംശജരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉണ്ടാക്കിയ കരാറാണ് ഈ 74 അതിന്റെ ഫോളോ അപ്പ് കരാറായിട്ട് വന്നത്. അത് പ്രകാരം
കുളത്തൂപ്പുഴ പിന്നെ എസ്റ്റേറ്റിലും തോട്ടത്തിലും ഗവിയിലെ അന്ന് 100-ിലധികം കുടുംബങ്ങളെയാണ് ഗവിയിൽ ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന് പാർപ്പിച്ചത്. ഇന്ന് വരെ അവർക്ക് പൗരത്വം പോലും കിട്ടിയിട്ടില്ല. ഗവിയിലും കുളത്തൂപ്പുഴയിലും ഈ പറയുന്ന വേടന്റെ നാടായ തൃശ്ശൂരും ഒക്കെ പലയിടത്തും ഇവരെ കൊണ്ടുവന്നത് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ട് പൗരത്വം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ പൗരത്വം കൊടുത്തിട്ടില്ല. അറിയാമോ? അവരുടെ 3-4 തലമുറയാണ് ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാര്. ഇത് മനസ്സിലാക്കണം. ചരിത്രം പഠിച്ചിട്ട് സംസാരിക്കണം മന്ത്രി പുങ്കവന്മാര്. വിവരക്കേട് വിളിച്ച് പറയരുത്. ഇവർക്ക് ഇതുവരെ പൗരത്വം കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ അവസാനം അവർക്ക് കേരള സർക്കാർ മുൻകൈ എടുത്ത് റേഷൻ കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പൗരത്വം കൊടുത്തിട്ടില്ല. പൗരത്വം കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഈ വിഷയം അഡ്രസ് ചെയ്യാൻ ഈ മന്ത്രി പുങ്കവന്മാർക്ക് എന്തേ ബോധമില്ലാത്തത്? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, LDF മൂന്നാമതും അധികാരത്തിൽ വരാതിരിക്കാൻ കാരണക്കാരൻ ഈ പറയുന്ന മന്ത്രി പുങ്കവന്മാരെ പോലുള്ളവരായിരിക്കും. ഇവിടുത്തെ യുവതയുടെ ഒരു പ്രതീകമാണ് വേടൻ നിയമവിരുദ്ധമായിട്ട് മയക്കുമരുന്ന് വെക്കുകയോ കഴിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമവിരുദ്ധമായ ചെയ്ത കാര്യത്തിന് നിയമ നടപടി സ്വീകരിക്കണം. അപ്പോ ഇനി അതിലേക്ക് വരാം. പുലിമുരുകനിൽ സിനിമ മോഹൻലാലിന്റെ കഴുത്തിൽ ഇരട്ട പുലിപ്പല്ല കിടക്കുന്ന ഇരട്ട പുലിപ്പല്ല. ആ ദൃശ്യം കാണാം. എന്താണ്? 2016 ഒക്ടോബർ 7 റിലീസ് ചെയ്ത സിനിമയാണ് പുലിമുരുകൻ. ആകെ ചെലവ് 25 കോടി, കളക്ട് ചെയ്തത് 152 കോടി. മലയാള സിനിമയിൽ നിന്ന് ആദ്യമായിട്ട് 100 കോടി ക്ലബിൽ കയറിയ സിനിമയാണ് പുലിമുരുകൻ. ഒരു മാസം കൊണ്ട്. അതിൽ മോഹൻലാലിന്റെ കഴുത്തി കിടക്കുന്ന ആനക്കൊമ്പ് കേസ് ഇന്നലെ ഞങ്ങൾ പറഞ്ഞു. മോഹൻലാലിനെതിരെയുള്ള ആനക്കൊമ്പ് കേസ്. ഇതിനകത്ത് മുളകുപാട് ഫിലിംസിന് വേണ്ടി ടോമിച്ചൻ മുളകുപാട് നിർമ്മിച്ചു വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമയിലെ ഉദയകൃഷ്ണ തിരക്കഥ എഴുതിയ സിനിമയിലെ മോഹൻലാലിന്റെ കഴുത്തി കിടക്കുന്ന പുലിനകം ഒറിജിനലാണോ വ്യാജമാണോ? എന്തേ വനംവകുപ്പിന് സ്വമേധയാ കേസെടുത്തുകൂടെ? ഇപ്പൊ വേടന്റെ കേസിൽ വേടനെതിരെയുള്ള കേസ് ഇപ്പൊ പുലിനകമാണല്ലോ, പുലിപ്പല്ലാണല്ലോ. പുലിനകവും പുലിപ്പല്ലും ഉണ്ട്. അപ്പോ എന്തുകൊണ്ട് മന്ത്രി പുങ്കവന് ഒരു ഉത്തരവിറക്കിയിട്ട് സ്വമേധ അന്വേഷിക്കാൻ വനം ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടുകൂടെ? ഇനി മന്ത്രി പുങ്കവൻ ഉത്തരവിറക്കിയില്ലെങ്കിലും, AK ശശീന്ദ്രൻ എന്ന മന്ത്രി ഉത്തരവിറക്കിയില്ലെങ്കിലും ഈ പറയുന്ന വേടനെ കുടുക്കിയ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ട് ഇത് സ്വമേധ അന്വേഷിച്ചുകൂടാ? വനം വകുപ്പ് വലിയ വകുപ്പല്ലേ, എന്തുകൊണ്ട് അന്വേഷിച്ചുകൂടാ? ഇത് മോഹൻലാലിന്റെ പുലിമുരുകൻ സിനിമയിലെ കഴുത്തിലെ പിന്നെ പുലിപ്പല്ല് മാല മാത്രമല്ല വിഷയം. സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടപ്പുണ്ട് പുലിപ്പല്ല് മാല. അന്വേഷിക്കണ്ടേ? എന്തേ അന്വേഷിക്കാത്തത്? അത് വരേണ്യവർഗം അന്വേഷിക്കത്തില്ല. ഇവിടെ യൂട്യൂബിൽ വന്നിരുന്നിട്ട് ബ്ലോഗ് ചെയ്യുന്ന പല ബ്ലോഗർമാരുടെയും യൂട്യൂബർമാരുടെയും കഴുത്തിൽ പിന്നെ പുലിപ്പല്ല് മാല കിടപ്പുണ്ടല്ലോ. ആ വീഡിയോസ് എടുത്തിട്ട് വനം വകുപ്പിലെ വലിയ ക്യാമന്മാർ ഉദ്യോഗസ്ഥർക്ക് അന്വേഷിക്കാമല്ലോ. അല്ലെ കേരള പോലീസിന് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് വനം വകുപ്പിന് കൊടുക്കാമല്ലോ. എന്താ ചെയ്യാത്തത്? അപ്പൊ ഒരു വേടനെ പിടിക്കണം. വേടനെ പിടിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു, ആവർത്തിക്കുന്നില്ല. വേടനെ വെറുപ്പിക്കുന്ന ഈ വനം വകുപ്പായിരിക്കും LDFന്റെ ശവക്കുഴി തോണ്ടുക എന്നുള്ളത് LDF തിരിച്ചറിയുക. ഇത്തരം ഈർക്കിലി മന്ത്രിമാരെ, ഈർക്കിലി പാർട്ടിയുടെ മന്ത്രിമാരെ വെച്ചുകൊണ്ടിരുന്നാലുള്ള ഗുണവും ദോഷവും ഇതൊക്കെയാണ്. ഗുണം ഉണ്ടാവുമെന്നുള്ളത് തിരിച്ചറിയുക. വേറൊരു മന്ത്രിയുണ്ട്, KB ഗണേഷ് കുമാർ. അദ്ദേഹം സിനിമാക്കാരൻ കൂടിയാണ്. എനിക്ക് വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ആളാണ് KB ഗണേഷ് കുമാർ. അദ്ദേഹം മുമ്പ് വനംവകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ മോഹൻലാലിനെ ആനക്കൊമ്പ് കേസിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടി അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചത്, നിയമവിരുദ്ധമായിട്ട് പ്രയത്നിച്ചതൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്കറിയാം, അല്ലെ ഞങ്ങൾക്കറിയാം, ഇവിടുത്തെ മാധ്യമങ്ങൾക്കറിയാം. എന്താ ഒരു മാധ്യമങ്ങളും ഒരു അന്തിച്ചർച്ച നടത്താത്തത് KB ഗണേഷ് കുമാറിനെതിരെ? അത് വരേണ്യവർഗമാണ്, മിണ്ടത്തില്ല. വേടനെതിരെ എന്തു പിന്നെ ഇതും കാണിക്കാം. 2 നിയമമുണ്ടോ ഈ നാട്ടില്? LDF സർക്കാരിന്റെ 3ാം വരവിന് തടസ്സം നിൽക്കുന്ന ഇത്തരം ഈർക്കിലി പാർട്ടി മന്ത്രിമാരെ നിലയ്ക്ക് നിർത്തണം. AK ശശീന്ദ്രനെയും KB ഗണേഷ് കുമാറിനെയും. എനിക്ക് AK ശശീന്ദ്രൻ മന്ത്രിയെ വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളാണ്. ഗണേഷ് കുമാറിനെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. പക്ഷേ നിലപാടുകളാണ്, അത് തുറന്നു പറഞ്ഞിരിക്കും. ഈ ഈർക്കിലി പാർട്ടികളെ മന്ത്രിമാരാക്കി വെച്ചത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നണി മര്യാദയാണ്. അതിനെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ ആ കസേര കയറി ഇരുന്നിട്ട് തോന്നിയാസം കാണിക്കാൻ പാടില്ല. ഈ മന്ത്രി പുങ്കവന്മാര് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര്
ഒരു മോശം കാര്യം കൊണ്ടുവന്ന് അതിനെ അംഗീകരിക്കാൻ പാടില്ല. പൊതുവെ ഒരു പറച്ചിലുണ്ട് സെക്രട്ടേറിയറ്റിൽ. എന്താണ് പറച്ചില്? കഴിവുകെട്ട മന്ത്രിമാരെ ഭരിക്കുന്നത് IAS ഓഫീസർമാരായിരിക്കും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിരിക്കും. അപ്പൊ കഴിവുകെട്ട മന്ത്രി പുങ്കവന്മാരെ മറ്റവര് ഭരിക്കും, ഉദ്യോഗസ്ഥർ ഭരിക്കും. AK ശശീന്ദ്രനെ പോലുള്ള കേസ് കിട്ടുക. പണ്ട് ഹണി ട്രാപ്പിൽ കുടുങ്ങിയിട്ട് അവസാനം മന്ത്രിസ്ഥാനം പോയി. പിന്നെ NCP എന്ന് പറയുന്ന ഒരു ദുരന്ത ഈർക്കിലി പാർട്ടി കാരണം വീണ്ടും മന്ത്രിയായി. അപ്പൊ മുന്നണി മര്യാദകൾ മുന്നണിയിലെ പ്രധാന കക്ഷിയായ CPM മാനിക്കുന്നുണ്ട്. എന്നും വെച്ചിട്ട് ഒന്നും പഠിക്കാതെ, ഒരു ഫയലും പഠിക്കാതെ എന്ത് തോന്നിയാസവും ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന് പറയാമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു, അവസാനമായിട്ട് പറയുന്നു, പുലിനഖമോ പുലിപ്പല്ലോ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള എല്ലാവരെയും പൊക്കാൻ ഒരു ഉത്തരവ് ഈ മന്ത്രി പുങ്കവൻ AK ശശീന്ദ്രൻ ഇറക്കുമോ? ഇറക്കിയാൽ അങ്ങേരെ മാനിക്കാം. ഇനി അങ്ങേര് ഇറക്കിയില്ലെങ്കിലും, ഉത്തരവ് ഇറക്കിയില്ലെങ്കിലും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് സ്വമേധയാ കേസെടുക്കാമല്ലോ, പോലീസിനെടുക്കാമല്ലോ. എന്താ ചെയ്യാത്തത്? അപ്പൊ വേടനെ വെറുപ്പിച്ചാൽ LDF-ന് മൂന്നാം ഭരണം നഷ്ടമാകും എന്ന വാചകം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കും.